രാമായണ മാസം തുടങ്ങുവാണ് ഇന്ന്. അപ്പം ഭഗവാനെ നിവേദിക്കാനായി നമ്മൾ എന്തെങ്കിലും ഒരു പ്രസാദം തയ്യാറാക്കാറുണ്ട്. ശുദ്ധ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ച് നമ്മുടെ കൈകൾ കൊണ്ട് പ്രസാദം തയ്യാറാക്കി ഭഗവാനെ നിവേദിക്കുമ്പം അതിന് പ്രത്യേക ഒരു സുഖമാണല്ലേ. അപ്പം നമുക്ക് ഒരു അടിപൊളി സ്വീറ്റ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സോ ഗൈസ്, ദിസ് ഇസ് സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അതിനായി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് ശർക്കരയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ശർക്കര നന്നായിട്ടൊന്ന് ചേകി കനം കുറച്ചെടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിലോട്ട് ഒരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഏലക്കായുടെ തൊണ്ട് ചേർത്ത് കൊടുക്കാം. കുരുവെടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കായുടെ തൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ആ ശർക്കരയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അവലെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പോഹയാണ്, ഉപ്പുമാവൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അവൽ ഒരു അരിപ്പയിലോട് ചേർത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ, പോഹ എന്ന് എഴുതിയ അവൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. ഇത് ഇച്ചിരി തിക്കായിട്ടുള്ളൊരു അവലാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തെള്ളി അതിൻ്റെ പൊടിയംശം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നന്നായിട്ട് തെള്ളിയെടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ നമ്മൾ കുറച്ച് കാഷ്നട്ടും ബാദാമും കിസ്മിസ് എടുത്തിട്ടുണ്ട്. രണ്ടും നമ്മൾ വലുപ്പത്തിൽ തന്നെയാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മുടെ ബാദാമും കാഷും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡും ക്രിസ്പി ആയതിനു ശേഷം നമുക്കിതിലോട്ട് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാദാമും കിസ്മിസും എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായി, അതേ സെയിം നെയ്യിലോട്ട്, ബാക്കി വന്ന ആ നെയ്യിലോട്ട് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ളൊരു കോക്കനട്ട് ഉണ്ടെങ്കിൽ, കൊപ്ര തേങ്ങ ഉണ്ടെങ്കിൽ അത് ചിരകിയിട്ട് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രഷ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഫ്രഷ് തേങ്ങ ആണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ആ ഒരു നെയ്യിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് നമ്മുടെ നാളികേരം ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതേ സെയിം കടായിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന, അതായത് അരിപ്പയിൽ നിന്ന് നന്നായിട്ട് തെള്ളി വെച്ചിരിക്കുന്ന അവൽ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു അവൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ക്രിസ്പി ആവുന്നിടം വരെ, അതായത് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡായി മാറും. കരിയാൻ പാടില്ല, ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഖസ്ഖസ് ആഡ് ചെയ്യാം. ഖസ്ഖസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തുള്ളൂ, പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഖസ്ഖസ് നമ്മുടെ പോപ്പി സീഡാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെയ്യുടെയും ആ ഒരു കാഷ്യൂനട്ട്, ബാദാം എല്ലാത്തിൻ്റെ ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അവലിവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്ലെയിം തീരെ ലോയിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് അരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇനിയും നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഈ ഒരു അവല് നമ്മുടെ ഈ ഒരു ശർക്കര പാനി നന്നായിട്ടൊന്ന് വലിച്ച് 90% അബ്സോർബ് ആവുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ശർക്കര പാനി ഒരു 90% നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അവൽ നന്നായിട്ടൊന്ന് ശർക്കര പാനി വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാളികേരം എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ കാഷ്നട്ടൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നാളികേരം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ശർക്കര പാനി എല്ലാം വലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കാഷ്യൂം ആ ഒരു കിസ്മിസ് എല്ലാം റോസ്റ്റ് ചെയ്ത് എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ലാസ്റ്റ് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചതും 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ അവലും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു സ്വീറ്റ് നമ്മുടെ ഭഗവാനെ നിവേദിക്കാനായിട്ടുള്ള പ്രസാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. സർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിപൊളി രുചികരമായ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്.
ഞാനൊരു കുഞ്ഞ് തുളസി ഇലയും വെച്ചതിന് ശേഷം അടിപൊളി നമ്മുടെ പ്രസാദം ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോയും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.